ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതും വിളക്ക് വയ്ക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ ഒരു വിളക്ക് വയ്ക്കുന്നതിൽ. അപ്പോൾ അറിയാവുന്നവർ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് ഉമ്മറത്താണ്. നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്, പൂജാമുറി ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പൂജാമുറിയുടെ ഒരു കുഞ്ഞൊരു സെറ്റപ്പ് നമ്മൾ ഉമ്മറത്ത് ഉണ്ടാക്കി വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഇവിടെ 2 നേരം വിളക്ക് വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളും കൂടിയും എൻ്റെ കൂടെ തുണക്കി വന്നു. കാരണം രാവിലെ എഴുന്നേൽക്കണ്ടേ, പുലർച്ചെ എഴുന്നേറ്റ് പുറത്ത് പോയിട്ട് വേണം കുളിച്ചിട്ട് വരാനായി. പുറത്താണ് ബാത്റൂം ഉള്ളത്, അപ്പോൾ തുണക്കി ഒരാൾ വേണം. അപ്പോൾ എൻ്റെ കൂടെ എണീറ്റ് ചേട്ടൻ്റെ ഉറക്കവും പോയി. അപ്പോൾ ആളും ഈ ഒരു സമയത്ത് എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളാണ് ആദ്യമൊക്കെ വിളക്ക് വെക്കാറുള്ളത് 2 നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹവും ഒക്കെ കൊണ്ടുവന്ന് വെച്ചൊരു സെറ്റപ്പ് ആക്കി എടുത്തത്. അപ്പോൾ പിന്നെ ഓരോ ദിവസവും കൂടുന്തോറും ഇവിടെ ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ കൂടി വന്ന് ഏകദേശം അതൊരു പൂജാമുറി ലെവലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാം എന്നുള്ളത്. കാരണം ഇത് വെച്ചിട്ടുണ്ടായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു അനുഭവമാണുള്ളത്. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് കിട്ടിയതായിട്ടൊക്കെ അറിഞ്ഞിട്ടാണ്. നമുക്ക് യൂട്യൂബിലും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് അറിയാവുന്ന കുറച്ച് പേരും പറഞ്ഞു കേട്ടോ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചിട്ടുള്ള അവർക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച്. പിന്നെ അത് മാത്രമല്ല നമുക്ക് നേരത്തെ എഴുന്നേൽക്കുന്നതും വിളക്ക് വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു ശാന്തമായ അന്തരീക്ഷമുള്ള ആ സമയത്ത് ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കും എന്നാൽ തുടങ്ങാം. അങ്ങനെ തുലാം 1-ാം തീയതിയാണ് ഞാൻ ഈ ഒരു വിളക്ക് വെക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 21 ദിവസം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഈ ഒരു പുലർച്ചെ എഴുന്നേറ്റുള്ള ആ ഒരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മുന്നോട്ട് ഇനി പോകാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ 21 ദിവസമെങ്കിലും വെക്കണമെന്നുള്ള പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കത് 48 ദിവസം കംപ്ലീറ്റ് ആകാൻ ഇനി ഒരാഴ്ചയൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമുക്ക് പീരീഡ്സൊക്കെ ആയപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി കൂട്ടിയെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് മുഴുവനാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു വിളക്ക് വെക്കാറുള്ളതെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 4:30 ആവും. അപ്പോൾ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ കുളിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിതായി ഒരു വിളക്കൊക്കെ ഒരുക്കി വെക്കും കേട്ടോ ചേട്ടൻ വരുമ്പോഴേക്കും. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഈ ഒരു ചരാതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നീട് ഈ ഒരു ചരാതിൻ്റെ മുകളിലും നമ്മൾ ആ ഒരു വിളക്കൊക്കെ വെക്കുന്ന തട്ടിൻ്റെ മുകളിലൊക്കെ മഞ്ഞളും കുങ്കുമൊക്കെ കൊണ്ട് നമ്മളൊന്ന് പൊട്ട് തൊട്ട് കൊടുക്കും കേട്ടോ. അതായത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കളവും നമ്മൾ പനിനീരിൽ ചാലിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ പൊട്ട് കൊത്തും. അതിൻ്റെ മുകളിൽ കുങ്കുമം കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ ഒരു വിളക്ക് വെക്കാനായിട്ട് പോണത്. പിന്നെ നമ്മൾ നിവേദ്യത്തിനായിട്ട് ഉണക്കമുന്തിരിയും കൽക്കണ്ടും പിന്നെ വല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ, നാരങ്ങ, പഴം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് വെക്കും കേട്ടോ. നമുക്കിവിടെ വെക്കാനും സ്ഥലം വളരെ കുറവാണ് കേട്ടോ. പിന്നെ തീർത്ഥം വെക്കാനായിട്ടൊരു കുഞ്ഞൊരു പാത്രമുണ്ട്, അതിലാണ് കേട്ടോ തീർത്ഥം വെക്കാറുള്ളത്. അതിനുശേഷം എന്താ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പൂവൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരും പുറത്തുനിന്ന് പോയിട്ട്. അപ്പോൾ ആ ഒരു പൂവൊക്കെ ഞാൻ തട്ടിലൊക്കെ വെച്ച് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ 2 നെയ്ദീപം വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് 2ഉം നെയ്യ് ഒഴിച്ചിട്ടാണ് വെക്കാറുള്ളത്. പിന്നീട് നമ്മൾ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എന്നും 48 ദിവസം ഫുള്ളും നമ്മൾ നെയ്യ് ഒഴിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് എണ്ണയാണ് ഞാൻ ഒഴിച്ച് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ വന്നതിന് ശേഷം തുളസിയൊക്കെ പൊട്ടിച്ച് കൊടുന്ന് ഭഗവാനെ പുഷ്പങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം ചേട്ടൻ ആദ്യം അവിടെ ഭഗവാന്റെ അവിടെ വിളക്ക് കൊളുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇവിടെ കൊളുത്തും. അതായത് നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വെക്കണമല്ലോ. അപ്പോൾ 4:30 മുതൽ ഒരു 5:12 വരെയാണ് ബ്രഹ്മമുഹൂർത്ത സമയമുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ വിളക്ക് കൊളുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 4:45 ആകുമ്പോഴേക്കും നമ്മൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ചതിന്
കിട്ടും. അപ്പോൾ അത് പുകയ്ക്കും. അപ്പോൾ നമ്മളെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് നല്ല 33 ദേവതകളും ഉണർന്നിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് എണീക്കുന്നതും നമ്മൾ ആ ഒരു ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നല്ലൊരു മണമുള്ള സ്ഥലത്താണല്ലോ മഹാലക്ഷ്മി വസിക്കുക എന്നുള്ളത് പറയണത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സമയത്ത് വീട് മൊത്തം നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മൾ പച്ചക്കർപ്പൂരമൊക്കെ അതിൽ ചേർക്കാറുണ്ട് കേട്ടോ. ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ പച്ചക്കർപ്പൂരമൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു വീഡിയോയൊക്കെ തിക്കും തിരക്കൊക്കെ ആയി പിന്നെ ആ ഒരു സമയം കഴിയുമോ എന്നുള്ള പേടിയിലൊക്കെ ചിലപ്പോൾ അത് മറന്നു പോയതാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ വയ്ക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.